ഓണക്കാലത്ത് വാഴക്കുലകളിൽ താരമാണ് ചെങ്ങാലിക്കോടൻ. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എരുമപ്പെട്ടി പ്രദേശങ്ങളിൽ മാത്രമാണ് ചെങ്ങാലിക്കോടൻ കൃഷി ഏറ്റവും പ്രധാനമായും കണ്ടുവരുന്നത്. ഭൗമ സൂചികാ പട്ടികയിൽ ഇടം നേടിയ ഈ കായക്കുലയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. എന്നോടൊപ്പം സുജി എന്ന് പറയുന്ന കർഷകനാണ്. ചെങ്ങാലിക്കോടൻ കൃഷി എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ? ഈ വന്തിയിലത്തെ പൊതുവെ എല്ലാവർക്കും നഷ്ടമാണ് എന്നുള്ളൊരു എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തൂക്കത്തിലാണ് അവർക്ക് കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അത് നമ്മളെ ഈ മഴ പെയ്ത് വെള്ളം കയറിയത് ഈ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം വെള്ളം നിന്നു. അപ്പോൾ അത് ആ ടൈമിൽ വലിയ പ്രശ്നം തോന്നിയില്ലെങ്കിലും ആ വെട്ടിയ വാഴ തൂക്കത്തിലും ഉണ്ടായിരുന്നില്ല. വേഗം വില ഇല്ലാത്ത സമയത്ത് വെട്ടേണ്ട തോന്നുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നഷ്ടത്തില്ല എന്തൊക്കെ ചെങ്ങാലിക്കോടൻ. എന്താ നമ്മളുടെ ഈ ഒരു ഇനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഗുരുവായൂർ കാഴ്ചക്കൊല വയ്ക്കുക, അതാണ് ചെങ്ങാലിക്കോടൻ്റെ ഒരു കൂടുതൽ. അത് ആ വിലയൊന്നും നോക്കിയിട്ടൊന്നല്ല ആ ടൈമിൽ എല്ലാവരും എടുക്കുക. അതൊരു മോഹവിലയൊക്കെ ആയിട്ടാവും നല്ല കായ്ക്ക്. ഇത് വെട്ടുമ്പോഴും അതിനനുസരിച്ചുള്ള തണ്ടൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ അതെ അതെ അതെ. വടക്കാഞ്ചേരി അതുപോലെ തന്നെ എരുമപ്പെട്ടി ആ മേഖലയിലാണല്ലോ പ്രധാനമായിട്ട് ഈ ചെങ്ങാലിക്കോടൻ വരുന്നത്. അപ്പം മറ്റുള്ള സ്ഥലത്തൊന്നും ഇതിൻ്റെ കൃഷി അത്രയ്ക്കങ്ങ് വരുന്നില്ലേ? മറ്റുള്ള സ്ഥലങ്ങൾക്ക് വ്യാപകമായിട്ട് ഒരു ടൈമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളപ്പോഴൊക്കെ കൊണ്ടുപോകാറുണ്ട്. അവർ തിരിച്ച് ചെയ്യാൻ വരുമ്പോൾ അവർ പറയുന്നത് ഇതേപോലുള്ള കായ നമുക്ക് കിട്ടുന്നില്ല, ഇത് തുടത്തിലോ അല്ലെങ്കിൽ നിറത്തിലോ ടേസ്റ്റിൽ വരെ വ്യത്യാസം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകത തന്നെയാണ്. ഇതിപ്പം എത്ര വർഷത്തോളമായി ഈ മേഖലയിൽ? കുറേ വർഷങ്ങളായിട്ട്? ഞാൻ ഒത്തിരി വർഷമായി. ഇപ്പോൾ ഞാൻ എൻ്റെ വർക്കുകളെല്ലാം വിട്ട് ഞാനിപ്പോൾ കൃഷി മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 വർഷത്തിൻ്റെ അടുത്ത് ഞാനും കൃഷി മാത്രമാണ് ചെയ്യുന്നത്. ഓണക്കാലം ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വാഴ വയ്ക്കുന്നത്. ഓണത്തിനാണ് അതിന് ശരിക്കും കുറച്ച് മാർക്കറ്റും ഉള്ളൂ. ഒരു വാഴയ്ക്ക് എനിക്ക് തന്നെ വരുന്നുണ്ട് 500-ൻ്റെ പുറത്ത് വരുന്നുണ്ട്. കാലാവസ്ഥയിലെ മാറ്റവും ഓണം ഇത്തവണ വൈകിയതും ചെങ്ങാലിക്കോടൻ കർഷകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഈ ഓണക്കാലത്തെ താരം ചെങ്ങാലിക്കോടൻ തന്നെ. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.